ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഉത്രാട ദിന ഫുഡ് ഒരുക്കലാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. കണ്ടില്ലേ ശലഭം തേൻ നുകരുന്നത്? അത് കുറച്ചു നേരം ഞാൻ അങ്ങനെ നോക്കി നിന്നു. അപ്പോഴെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് തിരുവോണല്ലേ? തിരുവോണത്തിന് ഓണസദ്യയൊക്കെ ഒരുക്കിയ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓണസദ്യ കുറേയൊക്കെ ഒപ്പിച്ചു. ഇന്നലെ ഇഞ്ചിക്കറി, നാരങ്ങ, ഉള്ളിക്കറി ഉണ്ടാക്കി. ഒന്നൊന്നര ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നുണ്ടാക്കിയത് കുറച്ച് ഐറ്റംസ് ഞാനവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ പിന്നെ ടേബിൾ വെച്ച് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. ഇന്ന് ഉണ്ടാക്കിയ വിഭവങ്ങളാണ് ഇത്. സാമ്പാർ, അവിയൽ. ഇവിടെ തോർന്നിരിക്കുന്ന അവിയലാണ് ഇഷ്ടം കൂടുതൽ. അപ്പം അതുകൊണ്ട് ഞാൻ വെള്ളം അധികം ഇല്ലാത്തൊരവിയലാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ എരിശ്ശേരി, തേങ്ങാക്കൊത്ത് വറുത്തിട്ടിരിക്കുന്നതാണ്. ഇതറിയാലോ, കാളൻ. അപ്പം പപ്പടമൊക്കെ ഞാൻ നേരത്തെ കാച്ചി. അതല്ല കേട്ടോ, അതിലും കൂടുതലുണ്ട്, മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കൂട്ടമല്ല, വേറെയുണ്ട്. അത് ഞാൻ എടുത്തിങ്ങോട്ട് വെച്ചിട്ടില്ല. ഒന്നിച്ച് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് എടുക്കണം. ഞങ്ങളുടെ ഓണസദ്യ ഒരുക്കങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. മോള് വൈകിട്ടേ വരുള്ളൂ. അപ്പം ഞങ്ങളുടെ സന്തോഷം നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കണ്ടേ. ഞങ്ങൾ രണ്ടുപേരും ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. ഇതാണ് നാരങ്ങക്കറി. അപ്പം ഞങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ നാരങ്ങക്കറി. അപ്പോൾ ഇത് നാരങ്ങക്കറി. ഇഞ്ചിക്കറിയാണ് ഇത്. ഉള്ളിക്കറിയാണ് ഇത്. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അവിയൽ, സാമ്പാർ, എരിശ്ശേരി, തോരൻ, കാളൻ. മഞ്ഞ നിറമാണ് കേട്ടോ. പിന്നെ മോരെടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും വൈകുന്നേരം വരണുള്ളൂ എന്ന് കാരണം കുറച്ച് ഐറ്റംസ് ഞാൻ പകുതിയാക്കി വച്ചിരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. പായസം, ഗോതമ്പ് പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പഴം പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ കായ വറുത്തത്. ഇത് ചെറുപഴമാണ്. ഇത് പപ്പടം കാച്ചിയത്. അപ്പോൾ ഞാൻ വേറെ എന്തോ എടുത്തു വയ്ക്കാനുള്ള പോലെ എനിക്ക് തോന്നി. അത് വേറൊന്നുമല്ല. ഇത് ശർക്കര വരട്ടി. വേറെ എന്തൊക്കെയോ എടുത്ത് വയ്ക്കാനുണ്ട് കേട്ടോ, അത് മറന്നു പോയേക്കുക. പാവയ്ക്ക കൊണ്ടൊരു വിഭവം ഉണ്ടാക്കിയായിരുന്നു. അതിനിപ്പോൾ അടുത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അതിനി വൈകുന്നേരം മക്കളൊക്കെ വന്നു കഴിയുമ്പോൾ
വിളമ്പുമ്പോൾ കാണിക്കാം. പിന്നെ കുമ്പളങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ട് ഓലന് പയറും വേവിച്ച് വെച്ചിട്ട് പിന്നെ ഈ മോള് വൈകിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മടിച്ചു ഉണ്ടാക്കാനായിട്ട് വെറുതെ ഇവിടെ കുത്തിയിരുന്നു. ഇത്രയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കി. ഇനി ഞങ്ങൾ ചോറ് വിളമ്പാമ്പാണ്. സദ്യ വിളമ്പുമ്പോൾ ഏതൊക്കെ എവിടെയൊക്കെ വെക്കണമെന്നുള്ളത് നല്ല നിശ്ചയം എനിക്കില്ല കേട്ടോ. തൊടുകറികളൊക്കെ ഏറ്റവും മുമ്പിലാണ് വെക്കണമെന്ന് എനിക്ക് തോന്നണം. ചെറുതരം കറികൾ അവിയലൊക്കെയാണ് ഇഞ്ഞത് മുന്നോട്ട് കയറ്റി ഇടുന്നതെന്ന് എനിക്ക് തോന്നണം. സാമ്പാർ ശർക്കര ഉരുട്ടി കായ വറുത്തത്, തോരൻ, ഇഞ്ചിക്കറി, നാരങ്ങ, ഉള്ളിക്കറി, പിന്നെ അവിയൽ, സാമ്പാർ, എരിശ്ശേരി, കാളൻ, ഉപ്പ് വിളമ്പിയിട്ടുണ്ട്, പപ്പടം വെച്ചിട്ടുണ്ട്. പിന്നെ പായസം ഇഞ്ഞൊരു എടുത്തു വെച്ചാൽ മതി. മോര്, രസം ഉണ്ടാക്കണം. അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം. രസത്തിൻ്റേതായ എല്ലാം ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ ഉണ്ടാക്കാൻ മടിച്ചു. ഇനി വൈകുന്നേരം അത് ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ധാരാളമാണല്ലോ. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ പണ്ടേ തുടങ്ങി ഉണ്ടാക്കണതായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഉണ്ടാക്കി. എല്ലാം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല. അപ്പോൾ അവത് നമ്മളങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ എല്ലാം ഒന്ന് ഉണ്ടാക്കിയത്. അപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ചോറ് ഞാൻ മെഴുകിയെടുത്തിട്ടുള്ള ചോറ് വേണം വീണ്ടും. മോരിൽ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ഇച്ചിരി ഇട്ടാം. അതിനകത്തിട്ടാ ദേവതീരിക്കണം. എല്ലാവരും ഊണ് കഴിച്ചാ? അടിപൊളി മോര. എല്ലാം നല്ലതാണ്, ഒന്നിനൊന്നും മെച്ചാണ് അല്ലേ? ഒന്നും മോശമില്ല. ഇപ്പം ഞാൻ ഇത്തവണ ഉണ്ടാക്കിയതേ ഈ 3 കൂട്ടം കറിക്കുള്ളത് അവിടെ പുളി പിഴിഞ്ഞെടുത്ത് കുറുക്കിയോണഞ്ഞെടുത്തു. അത് ശർക്കരയും ഉപ്പും ചേർത്തായിരുന്നു. അപ്പോൾ നാരങ്ങക്കറിക്ക് കുറച്ചെടുത്തോളൂ, പുളി അധികം പാടില്ലല്ലോ. പിന്നെ ഇഞ്ചിക്കറിക്ക്, ഉള്ളിക്കറിക്ക്, ഇന്ന് സാമ്പാറിനെടുത്തു. പിന്നെ അവിയലിനും ഇത് തന്നെ എടുത്തത് കേട്ടോ. ഈ ചേരുവ തന്നെ അവിയലിനും എടുത്താൽ. പിന്നെ എന്തിനെടുത്താൽ ഇനി ഒരു 3 കറികളത് ബാക്കിയിരിക്കുക. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. എളുപ്പമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. പുളി നമ്മൾ ഇതിന് എന്തോരം ചേർക്കണമെന്ന് നോക്കി ചേർക്കണം. പോരായ്മ വരുന്നത് ഉപ്പും ശർക്കരയും ചേർത്താൽ മതിയല്ലോ.
അത് നല്ലൊരു മെത്തഡാണ്. കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ അല്ലേ? മറ്റേ എരിവുമുളകിൻ്റെ ഇച്ചിരി കുറവുണ്ട്. നമ്മൾ ഊർച്ചിട്ടോ അതിന് കുഴപ്പം. ചോറ് ഇനിയും വേണം. ചോറ് കഴിക്കണം. പച്ചക്കറിയല്ലേ, മോള് വൈകുന്നേരം കൂടും. പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബാക്കിയൊന്നും പറ്റില്ല. പച്ചക്കറി ബാക്കിയെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ അങ്ങനെ കയറ്റി വയ്ക്കാൻ പറ്റില്ല. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.